നിധി കടലിൽ നിന്ന് കിട്ടിയ നിധിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എന്തൊക്കെ സാധനങ്ങളാണ് ഈ ആൾക്കാർ കടലിൽ കൊണ്ടിടണം അല്ലേ. സംഭവം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. തുറന്ന് നോക്കട്ടെ, ചിലപ്പോൾ പോലെ ഭൂതം വന്നാലോ. അറിയുണ്ട് കണ്ടാ, ഇതിൽ പൊതിഞ്ഞ് തേങ്ങയാന്ന് തോന്നുന്നുണ്ടോ. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ തേങ്ങ, ചുവന്ന പട്ടിൽ പൊതിഞ്ഞ തേങ്ങയാണ് ഇതിനകത്ത്. തേങ്ങയൊക്കെ ഇപ്പം എന്താ വില? നല്ലതാണെങ്കിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാം. വെറുതെ അങ്ങനെ കടലിലിട്ട് നശിപ്പിക്കുന്നത് അല്ലേ. തേങ്ങ കേടായ തേങ്ങ, വെള്ളമൊന്നുമില്ല, കുലുങ്ങണില്ല. കടലിൽ കിടന്ന് കേടായതാണോ അതോ കൊട്ട തേങ്ങ കേടായ തേങ്ങ പൊതിഞ്ഞിട്ടതാണോ എന്നറിയില്ല. എന്തായാലും നല്ല തേങ്ങയല്ല, നല്ലതാണെങ്കിൽ നമുക്കെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. പിന്നെ ഈ ഒരു സാധനം, എന്നാലും ഇതെന്തായിരിക്കും? തുറന്ന് നല്ല കട്ടിയുണ്ടല്ലോ, തുറന്ന് നോക്കണോ? വെറുതെ അലങ്കാരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, തുറന്ന് നശിപ്പിക്കണം. അത് ഇത് തുറക്കാൻ പറ്റണില്ല കേട്ടോ, ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുക. അതും തേങ്ങയാന്ന് എനിക്ക് തോന്നണേ. ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഉള്ളി കൂടെ, അത് തേങ്ങ പോലെ തന്നെ എനിക്ക് തോന്നണം കേട്ടോ. പക്ഷെ കംപ്ലീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുക, തുറക്കാൻ പറ്റില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇതാ അടുത്തത് എന്തൊരു പൊതി, തലയണയോ? ചെറിയൊരു തലയണ പോലെ ഉണ്ടല്ലോ. എനിക്കിങ്ങനെ പല സാധനങ്ങളും കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കൂടോത്രം ചെയ്തതും എഴുതിയതും അറബി എഴുതിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിൻ്റെ പേരിലായാലും, ഇനി കൂടോത്രമായാലും മന്ത്രമായാലും തന്ത്രമായാലും വിശ്വാസമായാലും എന്തിൻ്റെ പേരിലായാലും കടലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വേസ്റ്റാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ കൂടോത്രമായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. എന്നാലും കടലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ച് ഇതെല്ലാം വേസ്റ്റാണ്. അപ്പോൾ ഇത്തരം വേസ്റ്റുകൾ കടലിൽ കൊണ്ട് ഇടാതിരിക്കുക. കാരണം അത് കടലിന് ദോഷമാണ്, കടലിലെ ജീവികൾക്ക് ദോഷമാണ്, മീനുകൾക്കും മറ്റ് കടലിലെ ജീവജാലങ്ങൾക്കെല്ലാം ദോഷമാണ് ഇത്തരം സാധനങ്ങളൊക്കെ കടലിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൂജ ചെയ്ത് അത് നശിപ്പിച്ച് കളയുക, അല്ലാതെ ഇത്തരം സാധനങ്ങൾ കടലിൽ കൊണ്ട് നിക്ഷേപിക്കരുത്. ഇതാണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും കടലിൽ കൊണ്ട് മാക്സിമം ഇടാതിരിക്കുക കേട്ടോ.